ഈ വഖഫ് എന്ന് പറയുന്ന ഒരു നിയമമുള്ളതുപോലെ മറ്റേത് മതത്തിനാണ് ഇവിടെ നിയമമുള്ളത്? കാക്കാമാർ ഉത്തരം പറയും. നിങ്ങൾ വലിയ തോതിൽ സംഘി ചാണകെന്നൊക്കെ പറഞ്ഞ് നടക്കേണ്ടല്ലോ, നിങ്ങൾ വെല്ലുവിളിക്കാൻ. മുസ്ലിം ജനവിഭാഗത്തിന് വഖഫ് എന്ന് പറയുന്ന ഒരു നിയമമുള്ളതുപോലെ ഹിന്ദു മതത്തിന് ഏതാണ് നിയമം? ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞ് എഴുന്നള്ളിച്ചിട്ട് നിങ്ങൾ കൊണ്ടുവരേണ്ട. ഏതെങ്കിലും പറമ്പ് കാണിച്ചിട്ട് ഇത് ദേവസ്വത്തിൻ്റെ ആണ് കേട്ടോ എന്നിട്ട് പറയാനുള്ള ഒരു അവകാശം അത് ദേവസ്വം ബോർഡിനില്ല. ഇനി അങ്ങനെ ഒരു അവകാശം ഉന്നയിച്ചെന്ന് വിചാരിക്കാം, അവർ നേരെ കോടതിയിലാണ് പോകും, എന്നിട്ട് അവിടെ അതങ്ങോട്ട് പരിഹരിക്കാനുള്ള സംവിധാനമാണ് ഇവിടെ ഉള്ളത്. പക്ഷേ നമ്മളെ കാക്കാമാരുടെ ഈ സാധനത്തിലോ അവിടെ അങ്ങനെ ഒരു സൗകര്യം ഇല്ലട്ടോ. അവിടെ എന്താ ഉള്ളത്? അവിടെ നമ്മൾ പറഞ്ഞാൽ അതാണ് അച്ചട്ട്, ഇനി അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല, കുട്ടി പോയിക്കോളൂ എന്ന് പറയുന്ന അവസ്ഥയാണ് വഖഫ് ട്രൈബ്യൂണൽ അവിടെ വെക്കുന്നത്. അപ്പോൾ വഖഫ് ട്രൈബ്യൂണൽ പോലെ സമാനമായ മറ്റൊരു സാധനം അത് ദേവസ്വം ബോർഡിനില്ല, അത് ക്രിസ്ത്യൻ സഭകൾക്കില്ല, അത് ജൈന മതക്കാർക്കില്ല, ജൂതമാർക്കില്ല, അല്ലെങ്കിൽ സിഖുകാർക്കില്ല, ആർക്കില്ല. അത് കാക്കാമാർക്ക് മാത്രമേ ഉള്ളൂ, മുസ്ലിങ്ങൾക്കേ ഉള്ളൂ, അത് വഖഫിനേ ഉള്ളൂ. ഇത് നിങ്ങൾ അംഗീകരിക്കുക. ഇതൊന്നും അംഗീകരിക്കാതെ ഇവിടെ കടന്ന് മെഴുകിയിട്ട് എന്താ കാര്യമുള്ളത്? ഇവിടെ ചില വീഡിയോ ഈ മുസ്ലിം ഈ ഇരവാദ പോസ്റ്റുകൾ ഇറക്കിക്കൊണ്ട് ആളുകളെ പറ്റിക്കുന്ന ചില മക്തൂബ് മീഡിയ എന്നൊരു വീഡിയോ ഇവിടെ കറങ്ങി കിടക്കുന്നത്, ഞാനത് ജസ്റ്റ് ഇങ്ങനെ കേട്ടു. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ അവർ പറയുന്ന ഒരു സാധനമുണ്ട്, ഇതുപോലെ ഒരു എല്ലാ മതങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് മുസ്ലിങ്ങൾക്കുണ്ട് പ്രോപ്പർട്ടി ഹാൻഡിൽ ചെയ്യാനുള്ള അവകാശം. എല്ലാ മതങ്ങൾക്കും പ്രോപ്പർട്ടി ഹാൻഡിൽ ചെയ്യാനുള്ള അവകാശം മുസ്ലിങ്ങൾ ഇവിടുന്ന് ആരും കവർന്നിട്ടില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. അതിപ്പോഴും നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള അവകാശമുണ്ട്, എല്ലാ മതത്തിനുള്ള പോലെ ഈ മതത്തിനുണ്ട്. പക്ഷേ അന്യായമായിട്ട് വേറൊരാളുടെ പ്രോപ്പർട്ടി ചൂണ്ടിയെടുക്കാനുള്ള അവകാശം അത് കാക്കാമാർക്ക് ഇത്ര നാളുണ്ടായിരുന്നു, ഇനി അതില്ല. അതാണ് ഈ വഖഫിൻ്റെ അമെൻമെൻറ്റിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. അതുകൊണ്ടുള്ള ഒരു മെച്ചം അതാണ്. അത് നിങ്ങൾ ഇനി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പള്ളി പറഞ്ഞാൽ മതി, അത് നടക്കാൻ പോകുന്നില്ല. അതേപോലെ ഇപ്പോൾ വഖഫ് ട്രൈബ്യൂണൽ തീരുമാനിക്കുന്ന വിധി അത് അന്തിമമായിരിക്കും എന്ന് പറഞ്ഞ് വീട്ടിലെല്ലാവരും പോയിക്കോളൂ, എല്ലാവരും പിരിഞ്ഞു പോയി എന്ന് പറയാനുള്ള അവകാശം അത് ഈ വഖഫിനെ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ അങ്ങനെ ഒരു സാധനം ദേവസ്വത്തില്ല. അപ്പോൾ നിങ്ങളുടെ ഈ സാധനത്തെ വെളുപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ദേവസ്വം ബോർഡിനെ കൂട്ടുപിടിച്ചിട്ട് കാര്യമില്ല. ആ വീഡിയോയിൽ നമ്മൾ കാണുന്നതാണ്, ഞാനിവിടെ പ്ലേ ചെയ്യുന്നില്ല. എന്തായാലും അവരെ ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കോയ കോളിങ്ങിന് തയ്യാറാകൂ എന്ന് പറഞ്ഞ് അവിടെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അവർ വരും നോക്കാം, വരില്ല, ഏഴയിലേക്ക് വരാൻ പോകുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള സാധനങ്ങൾ എഴുന്നള്ളിച്ച് നടക്കുന്ന ആളോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം ഈ വിഷയം പഠിക്കും.